life and ministry of St. Charles Borromeo. ഇന്ന് നാം പരിചയപ്പെടുന്ന വിശുദ്ധൻ വിശുദ്ധ ചാൾസ് ബൊറോമിയോ. തിരുസഭ ചരിത്രത്തിൽ എല്ലാം കൊണ്ടും അത്യന്തം പ്രശസ്തമായ 16-ാം നൂറ്റാണ്ടിലാണ് ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും മൂർത്തിഭാവമായ ചാൾസ് ബൊറോമിയോ ജീവിച്ചിരുന്നത്. വിശുദ്ധ ചാൾസ് ബൊറോമിയോയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ആരാണ് ഈ ചാൾസ് ബൊറോമിയോ? ഈ വിശുദ്ധൻ മതാധ്യാപകരുടെ മധ്യസ്ഥനാണെന്ന് വികാരി അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരി. എല്ലാ വർഷവും ഈ വിശുദ്ധന്റെ തിരുനാളിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ അധ്യാപകരെ ആദരിക്കുന്നത്. ഓക്കെ. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിന് സമ്മാനം കിട്ടിയതും ആ ദിവസമാണ്. നിങ്ങൾ പറഞ്ഞത് എല്ലാം ശരിയാണ് മക്കളെ. എന്തുകൊണ്ടാണ് വിശുദ്ധ ചാൾസ് ബൊറോമിയോയെ മതാധ്യാപകരുടെ മധ്യസ്ഥനായി വണങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. ഈ വിശുദ്ധന്റെ ജീവിതം ഒരു നല്ല മതാധ്യാപകന്റെ ജീവിതം പോലെയായിരുന്നു. കുട്ടികളുടെയും മുതിർന്നവരുടെയും മതബോധനത്തിന് വേണ്ടി അദ്ദേഹം ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു. അവരെ സന്മാർഗ തത്വങ്ങൾ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക ക്ലാസുകൾ ക്രമീകരിച്ചു. ക്രിസ്തീയ തത്വസത്യം സ്ഥാപിച്ച് അതിന്റെ അംഗങ്ങളെ വേദോപദേശം പഠിപ്പിക്കുവാൻ വിശ്വാസികളുടെ ഇടയിലേക്ക് ഇറക്കി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മത അധ്യാപകരുടെ മധ്യസ്ഥനായി വണങ്ങുന്നത്. ടീച്ചർ, ഈ വിശുദ്ധൻ എവിടെയാണ് ജീവിച്ചിരുന്നത്? 1538 ഒക്ടോബർ 2-ാം തീയതി മിലാനിലെ പ്രസിദ്ധമായ ബൊറോമിയോ കുടുംബത്തിൽ ഗിൽബർട്ട് പ്രഭുവിന്റെയും മാർഗ്രറ്റിന്റെയും മകനായി ചാൾസ് ബൊറോമിയോ ജനിച്ചു. ഇദ്ദേഹത്തിന്റെ അമ്മാവനായിരുന്നു 4-ാം പിയൂസ് മാർപ്പാപ്പ. ടീച്ചർ, ഈ വിശുദ്ധൻ വൈദികനായിരുന്നു. കുട്ടിക്കാലം മുതലേ വൈദികനാകണമെന്ന ആഗ്രഹം 25-ാം വയസ്സിൽ അദ്ദേഹം പൂവണിയിച്ചു. പിന്നീട് ഉടനെ തന്നെ അദ്ദേഹത്തെ മെത്രാപ്പൊലീത്തയാക്കി. സഭയിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തിയ ട്രെന്റ് സുനഗ്ദോസിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. വൈദികരുടെ പ്രാർത്ഥനാ ഗ്രന്ഥവും ദിവ്യപൂജ ഗ്രന്ഥവും ട്രെന്റ് സുനഗ്ദോസിന്റെ നിർദ്ദേശമനുസരിച്ച് പരിഷ്കരിക്കുന്നതിൽ ചാൾസ് വളരെ പ്രയത്നിക്കുകയുണ്ടായി. ദേവാലയങ്ങളിൽ അന്നുണ്ടായിരുന്ന സംഗീത രീതിയെ ക്രമവത്കരിക്കുന്നതിനും അതിനെ പൂജിതയ്ക്കനുസൃതമായി അതിനെ പരിഹരിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. യുവാക്കന്മാരുടെ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ധാരാളം സന്യാസ സഭകൾ സ്ഥാപിച്ചു. ദാരിദ്ര്യം അനുഭവിക്കുന്നവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് അവർക്കായി ധാരാളം ത്യാഗ പ്രവർത്തനങ്ങൾ ചെയ്തു. 1568 മിലാനിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ മിലാൻ രൂപതയിലെ സമ്പത്ത് ഉപയോഗിച്ച് പ്ലേഗ് ബാധിതരെ ശുശ്രൂഷിച്ചു. ടീച്ചർ, എന്നാണ് അദ്ദേഹം മരിച്ചത്? കഠിനമായ അധ്വാനം മൂലം 46-ാം വയസ്സിൽ ചാൾസ് ബൊറോമിയോ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ടു. ടീച്ചർ, ചാൾസ് ബൊറോമിയോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ആരാണ്? 1610 പോൾ 5-ാമൻ മാർപ്പാപ്പയാണ് ചാൾസ് ബൊറോമിയോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. എല്ലാ വർഷവും നവംബർ 4-ന് തിരുസഭ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കും. വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ തിരുനാൾ ആശംസകൾ ഏവർക്കും നേരുന്നു. മറ്റൊരു വിശുദ്ധന്റെ ജീവചരിത്രവുമായി കുട്ടികളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. Thank you, teacher.